ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ തള്ളി CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ. ഈ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുത്ത താൻ എവിടെയും ഇത്തരം പരാമർശം കേട്ടിട്ടില്ല. സമ്മേളനത്തിലെ മിനിറ്റ്സ് പുറത്തുവിടണമെന്ന കോൺഗ്രസ് നേതാവ് VT ബൽറാമിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് ആദ്യം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്നും മറുപടി. ആ പറയുന്നതായിട്ടുള്ള സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് എന്റെ ചെവിയിൽ കേട്ടില്ല. വ്യക്തമാണ്, അങ്ങനെയൊന്നും ആരും സംസാരിച്ചിട്ടില്ല. വി എസിന്റെ നിലപാടുകളോട് ചിലപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കുന്നവരാണ് എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും. കോൺഗ്രസ്സുകാർ ജോലി കേട്ടു. കോൺഗ്രസ്സുകാരൻ പറഞ്ഞു കേട്ടില്ലേ, പാലോട് രവി ഹൃദയം തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് എന്താ മൂടുകുത്തി വീഴുമെന്നോ, എന്താ ഉച്ചുകുത്തി വീഴുമെന്നോ, വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു, LDF അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്ന അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രശ്നം നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കണം. സഫ്വാൻ കാളികാവ് വിശദാംശം നൽകും. സഫ്വാൻ, സുരേഷ് കുറുപ്പിന്റെ വാദങ്ങൾ നിഷേധിച്ചുകൊണ്ട് കടകംപള്ളി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈഫുദ്ദീൻ, ഈ രണ്ട് സമ്മേളനങ്ങൾ 2012 തിരുവനന്തപുരം സമ്മേളനത്തിലും 2015 പാലക്കാട് ആലപ്പുഴ സമ്മേളനത്തിലും താൻ പങ്കെടുത്തിരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും, എന്നാൽ ഈ രണ്ട് സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ നേതാക്കന്മാർ ആരോപിക്കുന്നത് പോലെ ഇങ്ങനൊരു പരാമർശം നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മുൻ മന്ത്രിയും CPMന്റെ MLA കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. ഇപ്പോൾ ഇത് വാർത്തയാക്കുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാരണം സ്വരാജിനെ ലക്ഷ്യം വെച്ച് ചില അജണ്ടകൾ ഇതിന്റെ ഭാഗത്ത് സംശയിക്കുന്നതായും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. സ്വരാജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്, വളർന്നു വരുന്ന സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും ചില മാധ്യമങ്ങൾ കൂടി ഇത്തരത്തിലുള്ളൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതായുള്ള ഒരു ആരോപണമാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. VSനെ എല്ലാവരും സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ അനുഭവ പരിചയത്തിനെ ബഹുമാനിക്കുന്ന നേതാക്കളാണ് CPMലുള്ളത്. സ്വരാജും അങ്ങനെയുള്ളൊരു നേതാവാണ്. പലപ്പോഴും VSന്റെ നിലപാടുകളെ CPM നേതാക്കൾ അല്ലെങ്കിൽ CPM പാർട്ടി അടക്കം വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സമീപനം ഒരു ഘട്ടത്തിലും CPMന്റെ സമ്മേളനങ്ങളിലോ പൊതുപരിപാടിയിലോ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. നേരത്തെ VT ബൽറാം, കോൺഗ്രസ് നേതാവ് VT ബൽറാം ഇങ്ങനെ ഒരു പുകമറ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഈ രണ്ട് സമ്മേളനങ്ങളുടെ മിനിറ്റ്സ് പുറത്തുവിട്ട് ഇതിലെ വ്യക്തത വരുത്താൻ CPM തയ്യാറാകണമെന്നുള്ള ഒരു പരാമർശം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരുന്നു. ഇതിനും കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകുന്നുണ്ട്. കോൺഗ്രസ് ആദ്യം അവരുടെ കാര്യം നോക്കട്ടെ. ഈ ഒരു വിഷയത്തിൽ, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് CPMന് ഇനിയൊരു കൂടുതൽ വ്യക്തത വരുത്തേണ്ട ആവശ്യമില്ല. ഇത് നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ VS ഈ വിഷയത്തിൽ സംസാരിച്ചതാണ്, പാർട്ടി ഈ നിലപാടെടുത്തതാണ്. അതിനപ്പുറത്തേക്ക് മിനിറ്റ്സ് പുറത്തുവിട്ടതിന് തുറന്നുള്ള കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ ഇനി പാർട്ടി വരുത്തേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം കൂടി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. സൈഫുദ്ദീൻ. ശരി സഫ്വാൻ.